കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്, എനിക്ക് ധനം സമ്പാദിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് സാറേ? ഞാൻ എത്രയധികം പരിശ്രമിച്ചു കഴിഞ്ഞാലും ധനം ഉണ്ടാകുന്നില്ല, ധനനഷ്ടങ്ങളെ ഉണ്ടായിരുന്നു. ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ആ ധനം ഒന്ന് മാറ്റി വെക്കാനോ ആ ധനത്തിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ഒരു ഡിപ്പോസിറ്റുകളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ വരും ജീവിതത്തിലേക്കുള്ള ഒരു സമ്പാദ്യമായിട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇഷ്ടം പോലെ സമ്പാദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അവർ ചോദിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗ്രഹനില ആദ്യം നമ്മൾ പരിശോധിച്ച് നോക്കണം. എന്താണ് ഇദ്ദേഹത്തിന് ധനം വരാത്തതായിട്ടുള്ളൊരു അവസ്ഥ? ആ ധനസ്ഥാനാധിപനായിരിക്കുന്ന ഗ്രഹൻ രണ്ടാം ഭാവം കൊണ്ട് നമ്മൾ ധനത്തെ ചിന്തിക്കുന്നത്. അപ്പോൾ ആ നിധികോശ ധനായാനാൻ രക്ഷകാൻ അർത്ഥരാശിനാണ്. അപ്പോൾ ആ ധനമൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള ആ രണ്ടാം ഭാവത്തിലെ ഗ്രഹം ഏതാണോ ആ ഗ്രഹ സംബന്ധമായിട്ട് അത് നീചത്തിലാണോ നല്ല രീതിയിലാണോ നിൽക്കുന്നത്? അത് തന്നെയല്ല ഇദ്ദേഹം ചെയ്യുന്ന തൊഴിൽ മേഖല ഗ്രഹനില സഹിതം കർമ്മം കൊണ്ടുള്ളതാണോ? അത് ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവുമോ? നമ്മൾ പറയത്തില്ല, ചിലർക്ക് ചില വീട് നല്ലതായിട്ട് തോന്നും. അവരത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ വന്ന് ആ വീട് മേടിക്കുമ്പോൾ ഭയങ്കര ഗതി ഉണ്ടാവും, ഉന്നത ഗതി ഉണ്ടാകും, നല്ല കെട്ടിടം വിൽക്കും, ഒക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ അന്നേരം വിറ്റ് കഴിഞ്ഞിട്ട് പോയ ആൾക്കാർ വിചാരിക്കും, ചേട്ടാ അത് വിൽക്കണ്ടായിരുന്നു, എന്താ അയാൾക്കതുതകും, അയാൾക്കത് ചേരുന്നതായിരിക്കാം. പക്ഷേ വിറ്റ ആളിനത് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഫലത്തെ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ധനം എങ്ങനെ ഉണ്ടാകും? ₹1 കിട്ടിയെന്ന് പറഞ്ഞാൽ അത് സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അത് കുറച്ച് ദുരിതം വന്നു, ദോഷം വന്നു, അല്ലെ രോഗം വന്നു, ഇങ്ങനെ പോയിട്ട് നമുക്ക് ഒരു കാര്യമില്ല. പക്ഷേങ്കിൽ ₹1 മനസമാധാനം കുടുംബത്തുണ്ടോ? ₹1 കിട്ടിയില്ലെങ്കിൽ ഏറ്റവും നല്ലത് മനസമാധാനമാണെന്ന് പറയുന്ന ആൾക്കാർ പറയാതെ ഞാനും വിശ്വസിക്കുന്നതാണ്. കാരണം ₹1 കിട്ടിയില്ലെങ്കിലും ഭാര്യയിൽ നിന്നും നല്ല വാക്കുകളും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരിൽ നിന്നും നല്ല വാക്കുകളും ഒക്കെ കേട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു മോശമായിട്ടുള്ളൊരു അവസ്ഥാന്തരം ആകുമ്പോഴാണ് നമുക്ക് ടെൻഷനും മറ്റു കാര്യങ്ങളും നമ്മുടെ തൊഴിലും ഒക്കെ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ധനം ആർജിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ രണ്ടാം ഭാവത്തിന് എന്ത് ചെയ്യണം? അതാത് ജോലിയാണോ ചെയ്യുന്നത്? അതായത് തൊഴിൽ മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്? ആ ഗ്രഹനിലക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണോ? ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രഹനിലയ്ക്ക് ടൈം കറക്റ്റാണോ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ അനുസരിച്ച് നമ്മൾ കവടി വെച്ച് കവടി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്. ഇപ്പോൾ കവടി വെച്ച് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമനായ ജ്യോത്സ്യനെ കണ്ട് ഈശ്വരനെയൊക്കെ വിളിച്ച് ദൈവാധീനത്തോടു കൂടി 108 കവടി പലകമേൽ എന്ന് വെച്ചാൽ പ്ലാം പലകയിൽ അത് കണക്കുണ്ട്. ആ കണക്കനുസരിച്ചുള്ള പ്ലാം പലകയിൽ കവടി നിരത്തി വൃത്തി, അല്ലാതെ ഗ്ലാസ്സിലൊന്നുമല്ല. ഗ്ലാസ്സിലോ അല്ലെങ്കിൽ തേക്കിൻ്റെ പലകയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോയ്ക്ക് വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും അല്ല കവടി വയ്ക്കുക. പ്ലാം പലകയിൽ തന്നെ വേണം കവടി വയ്ക്കാൻ. ദേവപ്രശ്നങ്ങൾ നിങ്ങൾ ചെയ്യണം. ശബരിയുടെ ദേവപ്രശ്നം നടന്നു പ്ലാം പലകയിലാണ് കവടി വെച്ചത്. ഗുരുവായൂർ ദേവപ്രശ്നം പറഞ്ഞു പ്ലാം പലകയിലാണ് കവടി വെച്ചത്. ഗ്ലാസിൻ്റെ മണ്ടയ്ക്കോ അല്ലെങ്കിൽ വേറെ സാധനത്തിൻ്റെ മണ്ടയ്ക്കോ മേശപ്പുറത്തോ ഒന്നും അല്ല കവടി വെച്ച്. അപ്പോൾ അത് വെക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അത് ഈശ്വരനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം കാണിക്കാം. അപ്പോൾ ഓൺ ടൈമിൽ ഇതിലെന്തുകൊണ്ടാണ് ഗ്രഹനില യോഗം ഉണ്ടെങ്കിലും ഇത് തടസ്സപ്പെടുത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകും ഗ്രഹനില ഇന്ന രാശി കിട്ടുമ്പോൾ ഗുളിക നിൽക്കുന്ന രാശി 6ാം ഭാവം കൊണ്ട്, 8ാം ഭാവം കൊണ്ട്, 12ാം ഭാവം കൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതിന് ചിലപ്പോൾ ഒരു പരിഹാരം ചെയ്താൽ മതി, ചെറിയ പരിഹാരം മതി. ചിലപ്പോൾ മറന്നു കിടക്കുന്ന എന്തെങ്കിലും വിഷയമായിരിക്കും, ഒരു വഴിപാടായിരിക്കാം. ഒരു വഴിപാട് ഭദ്രകാളിക്കൊക്കെ വഴിപാട് ചുമ്മാതെ വഴിപാട് പറയുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ വഴിപാട് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യത്തില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു 50 വയസ്സ് 60 വയസ്സായപ്പോഴും ഓർക്കുന്നത്, ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പാസ്സാകാൻ വേണ്ടി അമ്മയെ ദേവി ഒരു ഭഗവത്സേവം നടത്തിയേക്കാം, അല്ലെങ്കിൽ ഒരു പട്ടു കൊടുത്തേക്കാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചിലപ്പം വേണേൽ അതിലും കൂടുതൽ സാമ്പത്തികം മുടക്കുന്നതായിട്ടുള്ളതായിരിക്കും. ഇത് ഏറ്റവും കൂടി 10ാം ക്ലാസ് ജയിക്കുകയും ചെയ്യും, ഏറ്റവും കൂടി ഇത് മറന്നും പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയമേ. ഭദ്രകാളി എപ്പോഴാണെങ്കിലും നമ്മളോട് ചോദിച്ച് മേടിക്കുന്ന ആളാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അവർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തേക്കുക. അല്ലെങ്കിൽ പറയരുത്, പറയാൻ പാടില്ല. എന്തിനാ വെറുതെ കൈക്കൂലി കൊടുക്കുമല്ലേ? കൈക്കൂലി കൊടുത്തിട്ടല്ലേ അമ്മ എനിക്കിത് സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ നമുക്ക് 3 കടങ്ങളെ ഉള്ളൂ വീട്ടാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. ഒന്ന് ദൈവത്തിൻ്റെ കടം, 2 പിതൃവിൻ്റെ കടം, അങ്ങനെ 3 കടങ്ങളുണ്ട്. ആ 3 കടങ്ങൾ ഒരിക്കലും നമ്മൾ വീട്ടാൻ പറ്റത്തില്ല. ഒരു ഗുരുവിനുള്ള കടം വീട്ടാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള 3 കടങ്ങൾ നമുക്ക് വീട്ടാൻ പറ്റാത്തതായിട്ടുള്ള സംഭവമാണ്. അത് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് ധനമൊക്കെ ഉണ്ടാകാത്ത. ആ ധനത്തിൻ്റെ എന്താ പറയുക സോഴ്സ് എങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അതിനെ നമ്മൾ എന്താ പറയുക അതിനെ അങ്ങോട്ട് മാറ്റിയെടുത്ത് കണ്ണാടിയെ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ പൊടി അങ്ങോട്ട് തൂത്ത് കളയാം. എന്നിട്ട് നന്നായിട്ട് കണ്ണാടിയെ നോക്കിയാൽ മുഖം നന്നായിട്ട് കാണാം. ഒരു വിളക്കെ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ പൊടിയെല്ലാം എടുത്ത് കളഞ്ഞിട്ടല്ല ഐശ്വര്യമായിട്ട് കഴുകി തേച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വയ്ക്കുക, നന്നായിട്ട് വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞ പോലെ ധനത്തിന് എന്താണ് മോശമാർഗമായിട്ട് വരുന്നത്? അതിനുള്ള പരിഹാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ 100% നമുക്ക് അർഹിക്കുന്ന ധനം
പക്ഷെ കോടീശ്വരനാവുന്ന ലോട്ടറി അടിക്കാമെന്ന് തോന്നുന്നില്ല. അർഹിക്കുന്ന ധനം ഉണ്ടായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു. നമസ്കാരം, നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.